എല്ലാവരും വിഷ് ചെയ്ത് കഴിഞ്ഞോ? ഉണ്ട് മഴയാണ് മഴ. ഇതത്ര ആളില്ല. നല്ല മഴയുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവര് ചാറ്റ് ബോക്സിൽ വിഷ് ചെയ്യാം. റസാഖ് സർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മഴ ഉണ്ട് പറയാം. ഓക്കെ. യെസ്. ഓക്കെ. മൂർത്തി സാർ മഴ ഉണ്ടോ എറണാകുളം? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി എല്ലാവരും എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് നിങ്ങളുടെ വിഷസ് അറിയിക്കാം. സോ ഇന്ന് നിങ്ങൾക്ക് അറിയാം, ലോ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. സെയ്ഫ് സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. ഇതിലിപ്പം സെയ്ഫ് സാർ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സെയ്ഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ്. ഓക്കെ. റസാഖ് സാർ ആരാണ് കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ടോപ്പ് സ്കോർ നേടിയിരിക്കുന്നത്? നമ്മൾ അതിന്റെ സാധനങ്ങൾ തന്നെ. കഴിഞ്ഞ വീക്കിൽ ഏറ്റവും ടോപ്പ് സ്കോറായിട്ട് ആരാണ് അതിലുള്ളത്? അതിലിപ്പോ ടോപ്പിലുള്ളത് ഞാൻ തന്നെയാണ്. അതിലിപ്പോ ഞാനും ബുക്ക് വായിക്കണില്ല, ബാക്കിയുള്ളതൊക്കെ റെഡിയാണ്. പിന്നെ അതിന്റെ താഴത്തേക്ക് ദിവ്യ മാം ഉണ്ട്. എല്ലാരും ഉണ്ട്. ഒരു ചെറിയ മാർക്കിനൊക്കെ മാറ്റങ്ങളുള്ളൂ. എല്ലാരും ചെയ്യുന്നുണ്ട്, ചെയ്യാത്ത കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ചെയ്യുന്നുണ്ട്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ച വരുന്നുണ്ട്. അത്ര ചിലപ്പോ ബുക്ക് വായിക്കല്, ചിലപ്പോ എക്സസൈസ് ചെയ്യൂല, അങ്ങനെ മാർക്കിന് ചെറിയ മാറ്റങ്ങൾ ഇത്ര ഉള്ളൂ. ഓക്കെ. റസാഖ് സാറ്, ദിവ്യ ദിനോജ്, മണി സാറ്, അല്ല ഫസ്റ്റ് നൗഫലാണല്ലോ. നൗഫല്, ദിവ്യ ദിനോജ്, മണി സാറ്, റസാഖ് സാറ്, ബീന സുനിൽ, ഷീല മോഹൻ. ഓക്കെ. ഇതില് 1 2 3 4 5 6 7 8 9 10. ഓക്കെ. 10 ആൾക്കാരാണ് ഉള്ളത്. അതിൽ ഏകദേശം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന 3-4 പേരുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ജസ്റ്റ് അങ്ങനെ സ്കോറിങ്ങോ കാണും, ഇതൊന്നും അങ്ങനെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ആ ഒരു ഗ്രൂപ്പിനെ എപ്പോഴും അതിന്റെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള സീരിയസ്നെസ്സിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ച സീരിയസ്നെസ്സിലേക്ക് ഇപ്പോഴും അതിന് എത്തിയിട്ടില്ല. നമ്മളെപ്പോഴും പറയുന്ന സംഭവമാണ്, എല്ലാ ആളുകൾക്കും വേണ്ട സാധനം എന്താ വെച്ചാല്, ചുളിവില് കാര്യം കഴിച്ചില്ലാ പറയും. മലപ്പുറത്തൊക്കെ പറയുന്ന ഒരു ഭാഷയാണ്. ഓക്കെ. ചുളിവില് കാര്യം കഴിച്ചില്ലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അധ്വാനിക്കാതെ നേടിയെടുക്കുക. പോസിബിൾ ആണോ? അല്ല. അല്ലേ? അത് പോസിബിൾ അല്ല. സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കിട്ടണമെങ്കിൽ വളരെ സുഖമാണ്. എന്ത് ചെയ്താൽ മതി? സക്സസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് ഒരു മങ്കി മൈൻഡ് ഉണ്ടാവുക. ഇന്നിപ്പം എക്സസൈസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മഴ ആയിരിക്കും. ഓക്കെ. അതേപോലെ എണീക്കുന്ന സമയത്തായിരിക്കും. ഇപ്പോഴും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞൊരു തിങ്കൾ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചൊവ്വ മുതൽ തിങ്കൾ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഗോളുകൾക്കും വേണ്ടിയിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും ആക്ഷൻ പ്ലാൻ ഇട്ടിട്ട് ചെയ്ത് എത്ര പേരുണ്ടെന്ന് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും അങ്ങനെ ആളുണ്ടെങ്കിൽ പറയോ. ഞാനിങ്ങനെ ഓരോ ദിവസവും കറക്റ്റ് ടു ഡു ലിസ്റ്റ് പ്രകാരം എഴുതി ഒരു വീക്കിലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളുകളൊക്കെ അനലൈസ് ചെയ്ത് എന്നുള്ള ആൾ പറയും. ആരെങ്കിലും? എനിബഡി? ആർക്കും പറയാം. കഴിഞ്ഞൊരു വീക്ക് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏകദേശം ചെയ്തിട്ടുണ്ട്. നൗഫൽ സാർ ചെയ്തിട്ടുണ്ട്, ബഷീർ സാർ ചെയ്തിട്ടുണ്ട്. അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ബീനാമേ ഉണ്ട്. ബഷീർ സാറ്, നൗഫൽ സാറ്, ഷൈനി മാം. ഓക്കെ. ഷൈനി. ഓക്കെ.
ശരി, പിന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊക്കെ ലൈഫിൽ എന്തുണ്ടാവും? വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായിരിക്കും. ആ സ്വപ്നങ്ങൾക്ക് എങ്ങനെ എത്ര അറിയാതെ സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥ പല ആളുകളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. യെസ് ഓർ നോ? അല്ലേ? പല ആളുകളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിന് ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്ക് എപ്പോഴും ഇതിനൊരു പാർട്ട് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുക? ഓക്കെ, അതിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു 4 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 4 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ തോട്ട്, ഇമോഷൻ, ഫ്രീക്വൻസി, റിയാലിറ്റി. തോട്ട്, ഇമോഷൻസ്, ഫ്രീക്വൻസി, റിയാലിറ്റി. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചായിട്ട് നമുക്ക് തോന്നാറില്ലേ? നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ബിസിനസിന്റെ തകർച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. യെസ് ഓർ നോ? ഉണ്ട്, പ്രതീക്ഷിക്കാത്ത വിജയവും വരലുണ്ട്. അപ്രതീക്ഷിതമായുള്ള വിജയം വരലുണ്ട്, അപ്രതീക്ഷിതമായുള്ള പരാജയങ്ങളും വരലുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മളുടെ തോട്ടുകളാണ് എല്ലാത്തിനും കാരണം എന്നാണ്. അല്ലേ? എല്ലാത്തിനും കാരണം നമ്മുടെ തോട്ടുകളാണ്, നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതല്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നെഗറ്റീവായുള്ള സിറ്റുവേഷൻസ് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ തോട്ടുകളാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണോ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്? എന്താണ്? ആർക്കും പറയാം. എന്തായിരിക്കും നൗഫൽ? എന്തുകൊണ്ടായിരിക്കും വരുന്നത്? നമ്മള് മുൻപത്തെയോ അങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ടാവാം ഏതെങ്കിലും സാഹചര്യത്തിൽ, അതുകൊണ്ടായിരിക്കും. മുമ്പെപ്പോഴോ ചിന്തിച്ച് പോയിട്ടുണ്ടാവാം. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കാം. നമ്മളെല്ലാവരും വിഷ്വലൈസേഷനും അഫർമേഷൻസും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ലൈഫിന് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിന് നമ്മൾ വിഷ്വലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? ചിലപ്പോൾ നടക്കാതെ, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വലിയ ഡ്രീം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് അതിൽ പോകുമ്പം അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അതെത്താൻ പറ്റാത്തതിന്റെ കാരണം, ആ കാരണമാണ് തോട്ട്സും ഇമോഷൻസും ഫ്രീക്വൻസിയും റിയാലിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മളെ ഉള്ളില് ഒരു തോട്ട് വരുന്ന സമയത്ത് ആ തോട്ടിനെക്കാളിലും കൂടുതൽ പ്രാധാന്യം എപ്പോഴും നമ്മൾ ഇമോഷൻസിനാണ്. ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാവും, ഇമോഷൻസ് ആണ് എന്ത് ചെയ്യുക, നമ്മളെ അതിന്റെ ഫ്രീക്വൻസി റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ രാവിലെ എഴുന്നേറ്റ് അയാൾ നല്ല രീതിയിൽ വിഷ്വലൈസ് ഒക്കെ ചെയ്ത് അയാൾ ഭയങ്കര സമ്പന്നനാവുന്നത്, അയാൾക്ക് സമ്പത്ത് വരുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒരു മൊമെന്റിൽ അയാൾക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയാൾ വെറീഡായി. ഓക്കെ, 5 മണിക്ക് നീച്ച് മെഡിറ്റേഷൻ ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്തപ്പോൾ 6 മണിയായി, 6:30 അപ്പോഴാണ് അയാളുടെ എന്തോ ഒരു ഫിനാൻഷ്യൽ, അയാളുടെ EMI അടക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുക്കാതിനെ കുറിച്ചിട്ടോ അയാൾ ചിന്തിച്ചിട്ട് ടെൻഷനായി കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത വിഷ്വലൈസേഷന്റെ ഫ്രീക്വൻസി ആണോ കൂടുക, അല്ല രണ്ടാമത് അയാൾ ഫീൽ ചെയ്തിരിക്കുന്ന ആ ഇമോഷൻസിന്റെ ഫ്രീക്വൻസി ആണോ കൂടുക? ഏത് ഫ്രീക്വൻസിയാണ് കൂടുക? ഇമോഷന്റെ ഫ്രീക്വൻസിയാണ് കൂടുക. അപ്പൊ അയാളിലേക്ക് എന്താ അട്രാക്ട് ചെയ്യുക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ഓക്കെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ എത്ര വിഷ്വലൈസ് ചെയ്ത് എത്ര കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെ ഇമോഷൻസിൽ നമുക്ക് എത്ര അത് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളെ ഇമോഷൻസിൽ എത്ര കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു 5 വർഷത്തേക്കുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നത്, 1 വർഷത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്, നമ്മളെ ഇമോഷൻസിന്റെ ആ ഇമോഷണലി നമുക്ക് ഇതിലേക്ക് എങ്ങനെ കണക്റ്റഡ് ആവുമെന്നുള്ളത് നമ്മൾ ട്രെയിൻ ചെയ്ത് പഠിക്കണം. അതിനെന്താ ചെയ്യാം? ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങാനുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിന് ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിക്കുമ്പോൾ അതൊക്കെ അങ്ങ് നടക്കുന്നല്ല. അത് എങ്ങനെ നടക്കുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവും.
ആ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങളാണ് മൈൻഡ് ഈസ് മാഗ്നറ്റ്, വാട്ട് എവർ യു കൺസിസ്റ്റൻസിലി ഫോക്കസ് ഓൺ ബിക്കംസ് യുവർ എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മളിപ്പം ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ വാട്ട് എവർ യു കൺസിസ്റ്റന്റ്ലി ഫോക്കസ് ഓൺ ബിക്കം യുവർ എക്സ്പീരിയൻസ്. നിങ്ങളൊരു കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഇത് മാറുക. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറുമ്പോഴാണ് നിങ്ങൾ അത് കൂടുതൽ വിശ്വസിക്കാൻ, നിങ്ങളുടെ ഇമോഷൻസ് എന്ത് ചെയ്യുക, കൂടുക. യുവർ മൈൻഡ് ഈസ് എ ഗാർഡൻ, യുവർ തോട്ട്സ് ആർ ദ സീഡ്സ്. നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കൊരു പൂന്തോട്ടം തന്നെയാണ്. ആ പൂന്തോട്ടത്തിലേക്കുള്ള വിത്തുകൾ, അല്ലെങ്കിൽ അവിടെ എങ്ങനത്തെ ആ പൂന്തോട്ടത്തിൽ എന്തുണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ ചിന്തകളാണ് എന്ത് അവിടേക്കുള്ള വിത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് പോളിസി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ഒരാഴ്ച, അടുത്തൊരൊറ്റ ആഴ്ചയിൽ, അടുത്ത ഒരു ബുധനാഴ്ചൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അടുത്തൊരു ചൊവ്വാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള, നിങ്ങൾ ഇതുവരെ ഒരു സിമ്പിൾ കാര്യം എഴുതി വെക്കുക. ഇതുവരെ നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്നൊരു സിമ്പിൾ കാര്യം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഏറ്റവും എക്സാമ്പിൾ, നിങ്ങൾ കുറെ കാലമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നതാവും, ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നതൊരു സിമ്പിൾ കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഇപ്പോൾ എഴുതി വെക്കുക. ഓക്കെ, ഒന്ന് എഴുതി വെച്ചതിന് ശേഷം അതിലേക്കുള്ള ആക്ഷൻസ് പ്ലാൻ എടുത്തിട്ട് 7-ാം തീയതി, അത് അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇമോഷൻസിന്റെ ഡയലി നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡയലി കണക്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലി അതിലേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ. ചെറിയൊരു കാര്യം, ഇപ്പോൾ സീക്രട്ടിലൊക്കെ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ചായ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആരോടും പറയുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത്രയും തീവ്രമായിട്ട് ചായ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലാണ്, അപ്പോൾ ഭാര്യ ആരെയും വന്നിട്ട് ചായ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലമായിട്ട്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്, ആ വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലം നേരത്തെ തന്നെ ഞാനിങ്ങനെ പാർക്ക് ചെയ്യാൻ പോകുന്നത്, എനിക്കവിടെ കിട്ടും എന്നുള്ളത് ആലോചിക്കുക. സീക്രട്ട് എന്ന് പറയുന്നുണ്ട്, ഒരു തൂവല്, ഞാനൊരു വെള്ള തൂവല് കാണും, അപ്പൊ അയാൾ കണ്ട തൂവലിനെ അയാൾ അടയാളം വെക്കും. ആ തൂവല് പിന്നീട് അയാളുടെ മുമ്പിലേക്ക് വരും. ഇങ്ങനത്തെ കുറെ നമ്മുടെ തോട്ടുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു. നമ്മുടെ മൈൻഡ് ഇത് വിശ്വസിക്കണം. നിങ്ങളുടെ മൈൻഡ് ഇത് വിശ്വസിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഇമോഷൻസിലേക്ക് കണക്ട് ആകാൻ പറ്റുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തോട്, ഓക്കെ, ഒരു തോട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 2-3 നമ്മൾ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരാള് ഇവിടുന്ന്, അവിടെ പാലല്ല, അപ്പൊ ഒരാൾ പറഞ്ഞു നമുക്കൊന്ന് ചാടാന്ന് പറഞ്ഞു. ചാടാന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും ചാടാൻ പറ്റുമെന്നൊരു സംശയം. അപ്പൊ ആദ്യത്തെ ആളെന്ത് ചെയ്തു, അങ്ങ് പിന്നെ ചാടി, അയാൾ എന്ത് ചെയ്തു, തോട്ടിലേക്ക് വീണു. അയാൾക്ക് ചാടാൻ സാധിച്ചില്ല. ബാക്കിയുള്ള ആളുകൾക്ക് ചാടാനുള്ള ധൈര്യം ഉണ്ടാവുമോ? യെസ് ഓർ നോ? ബാക്കിയുള്ള ആളുകൾക്ക് ചാടാൻ ധൈര്യം ഉണ്ടാവും? ബാക്കിയുള്ള ആളുകളുടെ ഇമോഷൻ എന്തായിരിക്കും? എനിക്കത് കൂളായിട്ട് ചാടാൻ സാധിക്കുന്നതായിരിക്കോ, അല്ല ഞാൻ ഫെയിലിയർ ആവുന്നതായിരിക്കും? അയാളുടെ ഇമോഷൻസ് എന്തായിരിക്കും നോർമലി? എന്നാൽ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു, വളരെ കൂളായിട്ട് ചാടി, എന്നിട്ട് പറഞ്ഞു ഇത് വളരെ ഈസി ആയിട്ട്, ഇത് ആർക്കും ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലോ നിങ്ങളുടെ ഇമോഷൻസ് ഏതായിരിക്കും? ചാടാനുള്ള മോട്ടിവേഷൻ വരും. എപ്പോഴും നമ്മളെ മൈൻഡിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഇമോഷൻസിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ തോട്ടിന് ഇമോഷൻസിലേക്ക് പോയതിനു ശേഷമായിരിക്കും അതിന്റെ ഫ്രീക്വൻസിയിലേക്കും റിയാലിറ്റിയിലേക്കും പോവുക. ഓക്കെ, നമ്മൾ ഇത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ കുറെ ക്ലാസ് എടുത്ത് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറെ ഗോളുകൾ സെറ്റ് ചെയ്തൊന്നുമല്ല, നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ ഈ മങ്കി മൈൻഡ് വരിക. ഈ മങ്കി മൈൻഡും കൺസിസ്റ്റൻസി ആണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു മങ്കി മൈൻഡ് പറഞ്ഞാൽ എപ്പോഴും ഒരു കാരണം കണ്ടെത്തി കൊണ്ടുവെക്കും. എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യും, പിന്നെ ഓവർ തിങ്കിങ് ആയിരിക്കും, സെൽഫ് ഡൗട്ട് ആയിരിക്കും, ഇങ്ങനെ കമ്പയറിങ് ആയിരിക്കും, ഗോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കലായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലുള്ള ഗോൾ ആവില്ല ഈ ആഴ്ചയിൽ. ഓക്കെ, അതിന്റെ ഒരു മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, കൺസിസ്റ്റൻസി തോട്ടാണ് ക്ലിയർ സിഗ്നൽ ടു ദി യൂണിവേഴ്സിലേക്ക് പോവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ സക്സസ് ആയിട്ടുണ്ടാവുക. നിങ്ങൾ സക്സസ് ആയ ആളുകൾക്ക് എടുത്ത് നോക്കുക, അവർ പല പല കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ഒരു ഗോളിലേക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്തിട്ടുണ്ടാവും, കൂടുതൽ 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 ഫോക്കസ് ചെയ്ത് അതിലേക്കുള്ള ആക്ഷൻസ് ആയിട്ട് എടുക്കുന്നത്. അവരിങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ.
പേരെന്ന് ടൈപ്പ് ചെയ്തേ, ജസ്റ്റ് ആരുടെങ്കിലും കുറച്ചുള്ള പേര് ടൈപ്പ് ചെയ്യും. ആരുമില്ലേ? ഒന്നാമത് മൊബൈലിലാണ്, അപ്പൊ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? APJ അബ്ദുൽ കലാം, ബഷീർ സാർ, വേറെ നെക്സ്റ്റ്. വേറെ ആരുമില്ലേ? യൂസുഫ് അലി സാർ, ഷീല മാം, ബിൽ ഗേറ്റ്സ്, യൂസുഫ് അലി സാർ, അല്ലേ? ഇതിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും ചെറിയ ചെറിയ ആളുകൾ. ഇവരൊക്കെ എടുത്തു നോക്കുക, ഇവരൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക, അതിൽ കൂടുതൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ അടുത്തിടെ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഉപയോഗിക്കുന്ന സമയത്ത് ഒരാളുടെ ഒരു വീഡിയോ കണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് പോളണ്ട് മൂസ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത്. ഓക്കെ, ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് 10 കോടിന്റെ ബെൻലി എന്ന് പറയുന്ന കാറ് ഇറക്കിയിട്ടുള്ള മനുഷ്യൻ. 10 കോടിയാണ് അയാളുടെ കാറിന്റെ വില. അപ്പൊ അയാൾ ആ കാറ് മേടിക്കാൻ വരുന്നതിന്റെ വീഡിയോ ഞാൻ കാണുന്നത് ഒരു ഹെലികോപ്റ്ററിലാണ് വരുന്നത്. ഹെലികോപ്റ്ററിൽ വന്നതിന് ശേഷം അയാൾ ആ കാർ എടുക്കുന്നതും ആ കാർ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഞാൻ ആരാണ് ഇയാളെന്ന രീതിയിൽ അയാളെ പഠിക്കാൻ നോക്കി. അയാളെ ബയോഗ്രഫിയും അയാളുടെ ബാക്കിയുള്ള പേജുകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം അയാൾ 9ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് നാട് വിട്ടു പോയി മൈസൂർ പോയി, അധികം എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഈവൻ 3ാം ക്ലാസ്സാണ് അയാളുടെ വിദ്യാഭ്യാസം. പക്ഷെ അയാളിന്ന് വലിയ രീതിയിലുള്ള ഏകദേശം 40ലധികം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അയാളുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്ന സംഭവം പറയുന്നുണ്ട്, എനിക്ക് ഏകദേശം 12ഓളം ലാംഗ്വേജുകൾ അറിയാം. ഓക്കെ, റഷ്യനും അതേപോലെ ഇംഗ്ലീഷും ഫ്രഞ്ചും അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ വ്യക്തിനെ എടുത്ത് നോക്കുകയാണെങ്കിലും അവരെന്തിനാണോ ചെയ്യുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വിജയിക്കുക. ഇപ്പൊ റസാഖ് സാർ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അടുത്തൊരു ബ്രാഞ്ചിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പോകാൻ പറ്റുക. അങ്ങനെ നെക്സ്റ്റ് ബ്രാഞ്ച് എന്നതിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചിന്തിച്ചു കണ്ടത്, ആ ഒരു ബിസിനസ്സിന് ഒരു ഗോൾ സെറ്റ്, ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യണം. ആ മൈൽ സ്റ്റോൺ ചിലപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 5 വർഷത്തിൽ നിന്ന് വരാം, 1 വർഷത്തിൽ നിന്ന് വരാം, 2 വർഷത്തിൽ നിന്ന് വരാം. പക്ഷെ ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൈൽ സ്റ്റോണൊക്കെ നമുക്ക് കുറഞ്ഞ സമയം മതിയാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് ആദ്യത്തെ 10 ലക്ഷം രൂപ ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ 10 ലക്ഷം രൂപ ഉണ്ടാക്കാനാണ് എന്ത് ബുദ്ധിമുട്ട്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫസ്റ്റത്തെ 10 ലക്ഷം രൂപ ഉണ്ടാക്കുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ഫോർമുല നമുക്ക് കിട്ടും. അപ്പോ ഓരോ വീക്കിലും ഗോളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയല്ല, നിങ്ങളുടെ ഗോളുകളിലേക്ക്, നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളുകളിലേക്ക് ഈ വീക്കിൽ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യാനുള്ള അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കുക. അതിന്റെ പുറമെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ രീതിയിലുള്ള ഒരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുക. ചെറിയ രീതിയിലുള്ള ഒരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുക, ചെറിയ രീതിയിൽ. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതാറില്ലേ? ഓക്കെ, ഡോൺ ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടണോ? ഡോൺ ഡു ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ചെയ്യരുതെന്നില്ല. നമ്മൾ ചെയ്യാൻ പാടുള്ളതിന്റെ ലിസ്റ്റ് അല്ലേ എഴുതുന്നത്. ചെയ്യാൻ പാടില്ലാത്തതിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. ഓക്കെ, അതായത് നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, ഇങ്ങനെ ഡംപ് ചെയ്തുകൊണ്ട് വെക്കും. അപ്പൊ മൈൻഡ് ഡംപ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജേർണൽ ഓൾ ഡിസ്ട്രാക്ടിങ് തോട്ട് ബിഫോർ യു സ്റ്റാർട്ട് യുവർ ഡേ. നിങ്ങളെ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു സംഭവം എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതിന്റെ ഒരു സംഭവം നിങ്ങൾ എഴുതി വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഒരു ഗോള്, നിങ്ങളുടെ ഗോളിലേക്ക് പോകുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്? ഫിയർ ഉണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ, ഫാമിലി ആണോ? നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ച ഗോളുകളിലേക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആക്ഷൻസിലേക്ക് ചെയ്യാൻ സാധിക്കാത്തതിന് ഒരു കാരണം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലേക്ക് എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല? ഓക്കെ, ഇപ്പൊ രാവിലെ നമുക്ക് എണീറ്റിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യണമെന്നുണ്ട്. എന്തുകൊണ്ടൊക്കെ നമുക്ക് ഈ എക്സസൈസ് ചെയ്യാനുള്ള റീസൺസ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഒന്ന് ഡിസ്കസ് ചെയ്തേ. എന്തൊക്കെ ഉണ്ടാവും? തണുപ്പ്, മഴ, പിന്നെ ഇപ്പൊ നമുക്ക് എന്താണ് ഇത് ചെയ്യാൻ സാധിക്കുക? നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ എടുക്കാം. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞത് മുതൽ
നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങണം. അതാണ് ഒരു ഗോളായിട്ട് അടുത്ത 7 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എൻ്റെ എക്സസൈസ് എന്ത് ചെയ്യാനും ചെയ്യും. ഒരൊറ്റ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാണ്. എന്തൊക്കെ നിങ്ങൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാം? മഴയാണെങ്കിൽ അകത്ത് ചെയ്യാനുള്ള സജ്ജീകരണം. മഴയാണെങ്കിൽ അകത്ത് ചെയ്യാനുള്ള സജ്ജീകരണം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ എണീക്കാം. നേരത്തെ എണീക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ഉറങ്ങാം. നേരത്തെ ഉറങ്ങുക. പിന്നെന്താ ചെയ്യണ്ടേ? അലാറം വെക്കുക. അലാം സെറ്റ് ചെയ്യുക. പിന്നെന്താ ചെയ്യണ്ടേ? അതിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ തലേന്ന് റെഡിയാക്കി വെക്കുക. ഓക്കെ, നൗഫൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക. നമുക്ക് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. തലേ ദിവസത്തിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാളെ എക്സസൈസ് ചെയ്യാനുള്ള ഡ്രസ്സുകളെല്ലാം റെഡിയാക്കി, നിങ്ങൾക്ക് നാളെ ഇടാനുള്ള ഇന്നർവെയേഴ്സ്, അതിലിടാനുള്ള ഡ്രസ്സുകൾ, അതിൽ ചെയ്യാനുള്ള ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂകൾ, ഇതൊക്കെ റെഡിയാക്കിയിട്ടാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ 2 കാര്യമാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കാര്യം, ഉറക്കനെ നമ്മൾ എന്ത് ചെയ്യാറോ? ഉറക്കനെ നമ്മൾ കൂട്ടിക്കെട്ടുക. എങ്ങനെ ഉറക്കനെ കൂട്ടിക്കെട്ടുക? ഉറക്കനെ എങ്ങനെ കൂട്ടിക്കെട്ടുക? എന്താ ചെയ്യുക ഉറക്കനെ കൂട്ടിക്കെട്ടാന്? എന്താ ചെയ്യാ? കേൾക്കുന്നില്ല. എന്താണ്? നേരത്തെ കിടക്കുക, അതാണ്. അല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മളെ മൈൻഡ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാറോ, നമുക്ക് ഡോപ്പമിനും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം. ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവും. നമ്മൾ പല സമയത്തും നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് എണീറ്റിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ക്ഷീണം വരാനൊക്കെ ഉള്ള കാരണം, അല്ലെങ്കിൽ നമുക്ക് എണീക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ഉറക്കനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ രാവിലെ രാത്രി കിടക്കുമ്പോൾ ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ പുതച്ചിട്ടുള്ള പുതപ്പോ ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടിയിടുക. ഈ പുതപ്പ് എന്ത് ചെയ്യുക? ഫോൾഡ് ചെയ്ത് വെക്കുക, മടക്കി വെക്കുക. ആ മടക്കി വെക്കുന്നതോട് കൂടി സംഭവം ചെറിയൊരു ട്രിക്ക് ആയിരിക്കും, പക്ഷെ സൈക്കോളജിക്കലി നിങ്ങൾക്ക് ഹെവി ഇമ്പാക്ട് ഉണ്ടാവും. ഈ മടക്കി വെക്കുന്നതോട് കൂടി നിങ്ങളെ മൈൻഡിൽ നിങ്ങളൊരു മെസ്സേജ് കൊടുത്തു. എന്താണ്? എന്താ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ഓഫീസിലേക്ക് പോകാനും വേണ്ടി ഡ്രസ്സൊക്കെ ധരിച്ചു, ഓഫീസിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ഡ്രസ്സൊക്കെ അയച്ചിട്ടു. അപ്പൊ നിങ്ങളൊരു മെസ്സേജ് കൊടുത്തു. എന്താണ്? ഞാൻ എൻ്റെ ഓഫീസിന്റെ ഡ്യൂട്ടി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് വരയ്ക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക. നമ്മൾ യൂണിഫോം ഒക്കെ നമ്മൾ അയച്ചു വെക്കും. ലൈക്ക് ദാറ്റ് നമ്മൾ അവിടെ എന്തൊരു മെസ്സേജാണ് പാസ് ചെയ്തത്? എൻ്റെ ഉറക്ക് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? നാളെ മുതൽ നിങ്ങൾ 7 ദിവസത്തിലേക്ക് ഒരു ചലഞ്ചാക്കി വെക്കേണ്ട കാര്യം എന്താണോ? ഏറ്റവും സിമ്പിൾ ചലഞ്ചാക്കി വെക്കേണ്ട കാര്യം, എണീറ്റ ഉടനെ നിങ്ങളുടെ പുതപ്പ് മടക്കി വെക്കൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഷൈനി മാം ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട സാധനമാണ് എന്ത്? എണീറ്റ ഉടനെ പുതപ്പ് മടക്കി വെച്ച ആളുകളുടെ ഒരു റിപ്പോർട്ട്. എന്നിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ പറയണം. എണീറ്റ ഉടനെ ഒരു പുതപ്പ് മടക്കി വെക്കുക. 2 കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈ ഡ്രസ്സ് റെഡിയാക്കി വെക്കുക. ഈ 2ന്റെയും ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. സിമ്പിൾ ചലഞ്ച് അല്ലേ? ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്നതിന്റെ തന്നെ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? കൈസൺ മെത്തേഡ് എന്ന് പറയാം. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട്. 2 കാര്യമുള്ളൂ. സിമ്പിൾ അല്ലേ? ഈ കാര്യം ചെയ്യാൻ നിങ്ങൾ എക്സസൈസിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പോകുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാളെ രാവിലെ എണീറ്റതിന് ശേഷം ധരിക്കാനുള്ള, എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ ധരിക്കാനുള്ള ഡ്രസ്സുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിരിക്കുന്നതിന് ഫോട്ടോ വെക്കുന്നു. 2, രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങളുടെ പുതപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? മടക്കി വെക്കുന്നു. റെഡിയുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്ത്. ഈ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങളുടെ ഗോളുകളിലേക്കൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്തിട്ട് ഇമോഷൻസ് കൊണ്ടുവരണം. ഈ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്തിട്ട്
കൊണ്ടുവരണം. മങ്കി മൈൻഡ് ഒഴിവാക്കാനുമായിട്ട് ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ്. ഞാൻ രാവിലെ എണീക്കുന്നു, എന്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, ആ വർക്കിലേക്ക് മാക്സിമം എഫേർട്ട് ഇടുന്നു, അതിന്റെ റിസൾട്ട് കിട്ടുന്നു. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം പ്രാക്ടീസ് വിഷ്വലൈസ് തുടങ്ങേണ്ടത്. അതേപോലെ തന്നെ അയാള് ഒരൊറ്റ സംഭവം ചെയ്യേണ്ടത് വെച്ചാൽ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. വൺ ടാസ്ക് ഫോക്കസ് ചെയ്യുക. ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്കിലേക്ക് മാത്രം, ഞാനിപ്പോ ചെയ്യുന്ന ആക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എത്ര സമയമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ക്ലാസ് കേൾക്കുന്ന മാത്രം കുറച്ച് ആളുകളുണ്ട് ഇതിൽ. അതേ സമയത്ത് തന്നെ എന്റെ ക്ലാസ് കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അവരുടെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ടാവും. അപ്പൊ ചില ആളുകൾ ബെഡിൽ കിടന്നിട്ടേക്കായിരിക്കും ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ, ചില ആളുകൾ ഇരുന്നിട്ടായിരിക്കും ക്ലാസ് ചെയ്യുന്നത്. ചില ആളുകൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകും, അതിന്റെ കൂടെ ആയിരിക്കും ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്കും അതിന് റിസൾട്ട് കിട്ടുക. അപ്പൊ ഈ ഒരാഴ്ചയിൽ മൂന്നാമത്തെ ചലഞ്ചായിട്ട് നിങ്ങൾ വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ആ ടാസ്ക് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്ന് കരുതിയിട്ട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്നില്ല, രാവിലെ തന്നെ അവർക്ക് മൾട്ടി ടാസ്കിങ് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടാക്കാൻ അങ്ങനത്തെ അതല്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഗോളുകളിലേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മാത്രം, പുസ്തകം വായിക്കുന്ന സമയത്താണെങ്കിൽ പുസ്തകം മാത്രം വായിക്കാൻ ശ്രമിക്കുക. വേറെയുള്ള കാര്യങ്ങളൊക്കെ മാറി നിൽക്കുക, മൊബൈൽ ഫോൺ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വീക്കിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊക്കെ ആർക്കാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി കൊടുക്കേണ്ടത് വെച്ചാൽ ആ ഗ്രൂപ്പിലാണ്. പ്രസാദ് സാർ ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്നും കൂടെ, അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഡേറ്റ് മാറ്റുള്ള സ്ഥലത്ത് ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും, എനിക്ക് ഡേറ്റ് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. ഡേറ്റ് മാറ്റാനുള്ള സ്ഥലത്ത് നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഡേറ്റ് അവിടെ എന്ത് ചെയ്യും, മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മളപ്പോ ഈ നോക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, അല്ല കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ തിങ്കളാഴ്ച വരെയുള്ള റിസൾട്ട് നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ ചൊവ്വാഴ്ചയാണല്ലോ ഇവർ എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബുധനാഴ്ച മുന്നാണ് ചൊവ്വാഴ്ച സബ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ കഴിഞ്ഞ ചൊവ്വ മുതൽ ഈ തിങ്കൾ വരെയുള്ള റിസൾട്ടുകളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ ചൊവ്വ എന്ന് പറയുന്നത് ഡേറ്റ് ഏതാ, കഴിഞ്ഞ ചൊവ്വാഴ്ച അറിയോ? ആരാ നോക്കിയിട്ട് പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച ആരെങ്കിലും ഒരാൾ 27. 27 ആണോ? 27/5/2025 മുതൽ ഓക്കെ, ഈ തിങ്കളാഴ്ച എന്ന് പറയുന്നത് 2-ാം തീയതി ആണോ? സോറി, 2. 2. ഓക്കെ, ആ 27-2 ഇടയിലുള്ള സ്കോറാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത്. 27-ാം തീയതിയും 2-ാം തീയതിൻ്റെയും ഇൻ ബിറ്റ്വീൻ എത്രയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരാള് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ആ ഒരു നിങ്ങൾക്ക് റസാഖ് സാറിന് അവിടെ ഞാൻ തന്നിരിക്കുന്ന ആ സംഭവങ്ങളിൽ അവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഏത് മുതൽ ഏത് വരെയാണെന്ന് അവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു സമയത്തെ ടോപ്പ് സ്കോറർ ആരാണെന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, വരും. ഓക്കെ, 27/5/2025 മുതൽ ഇതുവരെ ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ ഓരോ ദിവസത്തെയും റിസൾട്ടുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. ആരൊക്കെ ഇത് ചെയ്തു, ആ കാര്യങ്ങൾ ചെയ്തു. ആ ഗ്രൂപ്പിൽ ഇനിയും ആക്റ്റീവ് ആകാത്ത ആളുകളുണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത ആളുകളെ പിന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് എടുക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുമ്പ് ഇന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടത്, ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. ഹാൻഡ് ഓവർ ടു മുഫീദ. ഓക്കെ, 3 ചലഞ്ചസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 1, നിങ്ങളുടെ പുതപ്പ് മടക്കി വെക്കുക. 2, നിങ്ങൾ നാളേക്കുള്ള എക്സസൈസുകൾ ടെസ്റ്റുകൾ. 3, ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടാസ്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നുള്ളത്. ഇത് 3 സൈക്കോളജിക്കലി നിങ്ങൾക്ക് വളരെ ഇമ്പാക്ട് ചെയ്യും. നിങ്ങൾ കുറെ മോട്ടിവേഷനോ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിയാലിറ്റിയിലേക്ക് ഒരു ആക്ഷൻസിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, മുഫീദ, ഹാൻഡ് ഓവർ ടു യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സാർ പറഞ്ഞ ചലഞ്ച് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ.
പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ചലഞ്ചിന്റെ ഒരു ഫീഡ്ബാക്ക് എന്താന്നുള്ളതാണ് പറയേണ്ടത്. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഫസ്റ്റ് എന്നുള്ളത് ആരാ? അതുപോലെ തന്നെ നമ്മളൊരു ഹലോ, ഗ്രൂപ്പിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ഗ്രൂപ്പിലേക്ക് ഇന്നെ add ആക്കിയിട്ടില്ല കേട്ടോ. വീഡിയോ ചെയ്യാൻ പറഞ്ഞത് നമ്മളെ ബിമാജിക്കിന്റെ 5 വർഷത്തെ ഇതിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. 20 സെക്കൻഡ് ആണ് ടൈം. അതിന്റെ ഉള്ളിൽ വീഡിയോ ചെയ്തിരിക്കണം. ആശംസകൾ അർപ്പിച്ച് അതാണ് ഒരാൾക്ക് എത്ര സമയം? 20 സെക്കൻഡ്. ഒരാൾക്ക്. ഓക്കെ. അതായത് വെറുതെ ഒരു ആശംസ. നമ്മള് ബിമാജിക്കിന് 5 വർഷമില്ല, അപ്പൊ ഒരു ആശംസ അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആശംസ. റസാഖ് സാറേ, ആ ചലഞ്ചിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കിയില്ല. എന്താ ആടാക്കാത്ത? നമ്മൾ പറയണം. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ ആടാക്കും, ഇല്ലെങ്കിൽ റിമൂവ് ആക്കും ചെയ്യും. ഞാൻ എപ്പോഴും റെഡി ആണല്ലോ. എന്നാ ഓക്കെ, ഞാൻ ആടാക്കും. ശരി, ഇന്നലെ ആഡ് ആക്കി. ഓക്കെ, പറയൂ നൗഫൽ, പറയൂ. പറയൂ. സാറ് പറഞ്ഞതില് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ട് ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്ത 1-2 കാര്യങ്ങളിലാണ്. അപ്പൊ അത് സക്സസ് ആയി എന്ന് പറയാനുണ്ട്. ഒന്നാമത് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോട് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ബിസിനസ്സിലെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഇത്ര സെയിൽസ് വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഇത്ര ഇത് ചെയ്യുന്നുള്ളത് അത് അച്ചീവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ആ കാര്യങ്ങളിലൊക്കെ ഉണ്ട് നമ്മളെ റൈറ്റിംഗ്, റീഡിങ്, പിന്നെ അതേപോലെ എക്സസൈസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോളോ അപ്പ് എന്ന പോലെ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. അപ്പൊ അത് ഇതിലേക്ക് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണ്ടല്ലോ. ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് സക്സസ് ആയി എന്നതോടൊപ്പം അതിന്റെ താഴെ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളുണ്ട്, ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ. എനിക്ക് നാളത്തെ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടും ഗോളിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത കാര്യങ്ങൾ അതും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. കൺസിസ്റ്റന്റ് പറഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ ചെയ്തില്ല, ആകെ 2-3 ആഴ്ചയായിട്ടുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ ഒരു വലിയ റിസൾട്ട് വന്നു തുടങ്ങി. ഒന്ന്, പിന്നെ സാറ് ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകളിൽ ഡോണ്ട് ഡു ലിസ്റ്റ്, അത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഞാനിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ എഴുതുന്ന ഒരു ബുക്ക് ഉണ്ട്, ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ 2-3 കോളങ്ങളുണ്ട്. ഒന്ന് ഗുഡ് ഹാബിറ്റ് ടു അഡോപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും നല്ല ഒരു ഗുഡ് ക്വാളിറ്റി നമ്മളിലേക്ക് നമ്മൾ എന്താക്കുക ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക ഓരോ ദിവസവും. അത് എഴുതിക്കുക. അതായത് ഇന്ന് നമ്മൾ എല്ലാവരോടും പുഞ്ചിരിക്കും. ഒരു ഉദാഹരണം പറയാണ്, അങ്ങനെയാണ് ഇന്ന് മുഴുവൻ നമ്മൾ കാണുന്നവരോടൊക്കെ നല്ല രീതിയിൽ പുഞ്ചിരിക്കുക. അതേപോലെ ഇന്ന് ഏത് സന്ദർഭത്തിലായാലും ഞാൻ ഹാപ്പി ആയിരിക്കും. അങ്ങനത്തതൊക്കെ എഴുതാൻ പറ്റിയൊരു കോളം ഉണ്ടാക്കാൻ നോക്കുക. അതേപോലെ ബാഡ് ഹാബിറ്റ് ടു ലീവ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചീത്ത ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു കോളം തയ്യാറാക്കുക. അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ആ കോളത്തിൽ. എന്നിട്ട് അതും വേണമെങ്കിൽ എന്താക്കുക, ബാഡ് ഹാബിറ്റ് അതിൽ എഴുതി വെക്കുക. ഞാൻ സോഷ്യൽ മീഡിയ കുറക്കും എന്നായിരുന്നു എഴുതി വെച്ചത്. അത് ഒരു 60% എനിക്ക് കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ വേറൊരു കോളം ഉണ്ട് ഡോണ്ട് ഡു ലിസ്റ്റ് പോലെ തന്നെ, ഹൗ ക്യാൻ ഐ മേക്ക് ടുമോറോ ബെറ്റർ, നാളെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് പോലെ. അതേപോലെ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ഡ്രസ്സ് തലേ ദിവസം എടുത്തു വെക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഞാൻ ഒരു 1-2 വർഷത്തോളം ആറ്റോമിക് ഹാബിറ്റ് വായിച്ച ആ കാലം സമയത്താണ് തോന്നുന്നു ചെയ്തു വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് കാര്യത്തിനായാലും നാളെ നമ്മൾ ഒരു ടൂർ പോകാനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രിപ്പയർ ആയി വെക്കൂലേ, അപ്പൊ നമ്മൾ കാണുന്ന സ്ഥലത്ത് അത് വെച്ച് കഴിഞ്ഞാൽ ഉണർന്ന സമയത്ത് നമ്മളത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ചിന്ത അതിലേക്ക് വരും, നമ്മൾ എന്തായാലും അത് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഉപബോധ മനസ്സിനോട് സംസാരിക്കും. കിടക്കുന്ന സമയത്ത് ഉപബോധ മനസ്സിനോട് പറയും, ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽപ്പിക്കണം, എനിക്ക് ഈ കാര്യം ചെയ്യാനുള്ളതാണ്. അപ്പൊ അലാറം വെക്കുന്നതിന് തുല്യം തന്നെ ആയിട്ട് അത് നമ്മളെ ഉണർത്തും. അത് പെട്ടെന്ന് ആർക്കും എഫക്ട് ചെയ്തോളണമെന്നല്ല, അത് ബഷീർ സാറിനൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതോടുകൂടി അവബോധ മനസ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും.
വിഷ്വലൈസേഷന്റെ ഒക്കെ പോലെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഓൾ. കഴിഞ്ഞ വീക്കിലെ ആ സ്കോറാണ് ഞാനിപ്പോ ഇതില് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നില്ലേ? യെസ്, കാണുന്നുണ്ട് സർ. ഓക്കെ, ദിവ്യ ദിനോജ് മാം ആണ്, നൗഫൽ ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പൊ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അതേപോലെ മണിസാർ 600, റസാഖ് സാർ 490, ദീപ യേശുദാസ് 430, ബീനാസിനിൽ 350, ശിലാമോഹൻ 360, പ്രീത 330, സുനിൽ നമ്പീഷ് 270, ഷൈനി മാം 160. ഓക്കെ, ഇതിൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു വീക്കിൽ നമുക്കൊരു മിനിമം ഒരു 600 സ്കോറെങ്കിലും സ്കോർ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ പതിയെ അടുത്ത ആഴ്ചയിൽ റിമൂവ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ഇതിൽ നമുക്ക് വേണ്ടത് കുറെ ആളുകളല്ല, ഇതിൽ വേണ്ടത് ക്വാളിറ്റി ഉള്ള ആളുകളാണ്. ആ ക്വാളിറ്റി ഉള്ള ആളുകളെ വെച്ചിട്ട് നാളെ കുറെ പ്ലാൻ ഉണ്ട്. ബി മാജിക്കിന്റെ പ്ലസ് കമ്മ്യൂണിറ്റി, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിന് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു ഓഗസ്റ്റ് സമയത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്യും, ബി മാജിക് പ്ലസ് കമ്മ്യൂണിറ്റി ഒക്കെ. അപ്പൊ ബി മാജിക് പ്ലസ് കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ വരണമെങ്കിൽ ആദ്യം ഇതിൽ നിന്നാണ് പ്ലസ് കമ്മ്യൂണിറ്റിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുക. ഞാൻ കുറെ മുമ്പേ പറഞ്ഞ സാധനമാണ്, അതിന്റെ കാര്യമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ബി മാജിക് ഫ്രീ എന്നുള്ളിടത്താണ് ഇനി സംഭവം വരിക. ബി മാജിക് എല്ലാവർക്കും ഉള്ളതാവില്ല, ബി മാജിക് ഓൺലി ഫോർ ക്വാളിറ്റി പീപ്പിൾസ്. ഓക്കെ, ബി മാജിക് എന്ന് പറയുന്നത് ഓൺലി ഫോർ ക്വാളിറ്റി പീപ്പിൾസിനായിരിക്കും. അടുത്തേലും ഇതേ റിസൾട്ട്, ഇതേ സംഭവങ്ങൾ റസാഖ് സാറ് ഓരോ ദിവസവും ഇതിൽ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ഓരോ ദിവസം, ഇന്ന് മുതലുള്ള ഓരോ ദിവസത്തതും അതല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കൾ മുതലുള്ള ഓരോ ദിവസത്തതും അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഓട്ടോമാറ്റിക് സ്കോർ എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ഈ ഒരു സാധനം സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ ഇതിന്റെ മുമ്പിൽ സിസ്റ്റത്തിന്റെ മുമ്പിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ വാല്യൂ തരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അത് കൊടുക്കുക. ആ ഒരു റിസ്കിന് ഞങ്ങൾ എടുക്കുന്ന റിസ്ക് ഉണ്ട്. ഓക്കെ, ഈ സ്കോറോ ഷീറ്റോ ഒന്നും നിങ്ങൾക്ക് വെറുതെ മ്യൂട്ടായി സൈഡ് സർ. ഫോണ് വന്നതായിരിക്കും മിക്കവാറും, പെട്ടെന്ന് കട്ടായിപ്പോയി. ഓക്കെ, പിന്നെ ഈ നമുക്കൊന്ന് കൂടാൻ പറ്റിയ ഒരു അവസരം എന്തെങ്കിലും ഉണ്ടോ ബഷീർ സാർ? എല്ലാവരോടും ഒന്ന് ഒരുമിക്കാൻ ചെറുതായിട്ട്. പെരുന്നാളൊക്കെ അല്ലേ, ഒരു ഞായറാഴ്ച കൂടിയാലോ ബഷീർ സാർ അടുത്ത്? ആരൊക്കെ ഉണ്ടാകുക ഈ ഞായറാഴ്ച ബഷീർ സാറിന്റെ അടുത്ത് ഒന്ന് കൂടിയാലോ? ഇന്ന് ബുധനാഴ്ചയാണ്, വ്യാഴം വെള്ളി ശനി 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം പെരുന്നാളൊക്കെയാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ടാണോ ഞായർ വരുന്നത്? അതെ, പെരുന്നാൾ ശനിയാഴ്ച വരും. പെരുന്നാൾ ശനിയാഴ്ച, 2ാം പെരുന്നാളായിരിക്കും ഞായറാഴ്ച. യാത്രകൾ ഉണ്ടാവും ഫാമിലിയിലേക്കൊക്കെ, അങ്ങോട്ട് പോയി തിരിച്ചു വരുന്നവരൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ശനിയാഴ്ചയാണോ കുടുംബ യാത്രകൾ ഉണ്ടാവും? പിറ്റത്തെ ഞായറാഴ്ച ആക്കുന്നല്ല, പിറ്റത്തെ ഞായറാഴ്ച. ശനിയാഴ്ചയാണോ? അതെ അതെ, ശനിയാഴ്ച, പിറ്റത്തെ ഞായറാഴ്ച. പിറ്റത്തെ ഞായറാഴ്ച ഷമീറ പറ്റുമെങ്കിൽ എല്ലാവരും ഇന്ന ഗ്രൂപ്പിൽ നിങ്ങൾ ചർച്ചിക്കണോ ഇല്ലെങ്കിൽ ഇതേമാതിരി ആണോ പറയാനിട്ടാണോ എന്താ അറിയില്ല. എവിടെ ഏല്? നിങ്ങളിപ്പോ ആ ചലഞ്ച് ഗ്രൂപ്പാണ്, ചലഞ്ച് ഗ്രൂപ്പില് ചേർക്കടാ. ചേർത്തി നോക്കി, ഇങ്ങനെ ചലഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. കൊറേ കൊല്ലം ഞാൻ പുറത്ത് മുടക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. സംഭവം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരാരും ഉണ്ടായില്ല ആ ക്ലാസ്സിൽ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അന്ന് പറ്റാനായിട്ട്. അതാണ്, അത് എസ് ടൈപ്പ് ചെയ്തപ്പോ ആരും ടൈപ്പ് ചെയ്തില്ല, അതാണ് വരാത്തത്. ചില ക്ലാസ്സുകൾ മിസ്സാവുമല്ലോ ആ സമയത്തെ. സാരില്ല, ബഷീർ സാറിനെയും സിന്ധു മാമിനെയും ഞാൻ ആഡ് ചെയ്തോളാം. പിന്നെ ക്ലാസ്സിന് വന്നില്ലെങ്കിൽ പിന്നെ പുറത്തിരുത്തിയാണ്ട് അടിയിട്ടു, ചുവരിലോണ്ട് അടിയിട്ടു. ഫൈനുണ്ട്, ഫൈനില് പറഞ്ഞെടുത്താൽ മതി. ഫൈന് ചൂരല്ല, അടിച്ചതിന്റെ ശേഷം ആ സൂചി കൊണ്ടൊന്ന് കുത്തി ശരിയാക്കി തന്നാ മതി. ഫൈൻ ആരെങ്കിലും അടിച്ചോ? സാർ ഫൈൻ ആരെങ്കിലും അടിച്ചോ? എവിടെ അടക്കണം? ഫൈൻ ഉണ്ടോ? നമുക്ക് ബുക്ക് കിട്ടാനുള്ള നിയമം എന്താണ്? ഫൈൻ എന്താണല്ല? ഫൈന് ഒരു ദിവസം ചെയ്യാൻ 10 രൂപ, രണ്ടാമത്തെ ദിവസം വീണ്ടും ആവർത്തിച്ച 20 രൂപ. ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുക്കി. അത് മാജിക് മണി വിഷ് ചെയ്യണം, ക്ലാസ്സിൽ പങ്കെടുക്കണം, അതൊക്കെ തന്നെ. പ്രത്യേകിച്ച് മാജിക് മണി വിഷ് ചെയ്യുക, ക്ലാസ്സിൽ പങ്കെടുക്കുക,
ഫീഡ്ബാക്ക് നമ്മൾ ഉയർത്തിട്ട് ചെയ്യാനുള്ളതാണ്. ഫോട്ടോസ് വിടാം. അല്ല അതൊക്കെ നമ്മൾ ചെയ്യുന്നതന്നെ 4:15 നമ്മൾ ചെയ്യേണ്ടതന്നെ. അതിൽ പോസ്റ്റ് ചെയ്യണം അതാണ് പ്രശ്നം. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അത് അവിടെയാണ് ഈ ബാക്കുണ്ട് ഈ എഴുതുന്നുണ്ട് പിന്നെ പലരും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തില്ല അത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് വിഷയമായിട്ട് എടുക്കുന്നത്. എല്ലാരും ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്തിട്ട് എന്ത് ചെയ്യാ, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറന്നു പോവുക, ഗൂഗിൾ ഫോം പൂരിപ്പിക്കാൻ ഫില്ല് ചെയ്യാൻ മറന്നു പോവുക. ഈ മറവിയാണ് പ്രശ്നം. ചെയ്യാത്ത പ്രശ്നമില്ല, എനിക്കറിയാം. സാറ് ഗിഫ്റ്റ് ആയിട്ട് ഒരു ബുക്ക് കിട്ടും എന്നുള്ള പോലെ ഞാൻ എന്താക്കി അറിയോ, കറക്റ്റ് ഡെയിലി അത് ഫോളോ അപ്പ് ചെയ്ത്. ഞാൻ ആ ബുക്ക് വായിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ഇപ്രാവശ്യം ഞാൻ ബുക്ക് എടുത്തേക്കുമ്പോ തന്നെ ആരെങ്കിലും ഒരാൾ വരും, അപ്പൊ തന്നെ ആണ്ടേനെ എടുത്തേക്കും. അതാ പ്രശ്നം. ഇനി ഏതായാലും ഒരു ബുക്ക് ഒന്ന് വായിച്ചെടുക്കണം. ബുക്ക് വായിക്കാതെ ഇപ്പൊ നമ്മള് ഫില്ല് ചെയ്യേണ്ട കോളേജല്ലോ. അപ്പൊ ഞാൻ നോ 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 എന്ന് ടൈപ്പ് ചെയ്ത് ആയതാണ്. ഞാൻ ബുക്ക് വായിക്കുമ്പോ സാർ നിങ്ങൾക്ക് മൂർത്തി സാറ് നമ്പർ ചോദിക്കും നിങ്ങളെ. എന്റെ നമ്പർ ഓക്കെ ഗ്രൂപ്പിൽ 80 75 12 78 78 നമ്മൾ ടൈപ്പ് ചെയ്യാം. വെളിയിലാണ്, ഗ്രൂപ്പിലിട്ടാ മതി. കോൺടാക്ട് നമ്പർ മാതിരി ഇട്ട് കഴിഞ്ഞാല് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ചെയ്യാൻ പറ്റും. ചാറ്റിൽ വന്നിട്ടുണ്ട് കേട്ടാ. എന്റെ നമ്പർ എല്ലാവർക്കും കൊടുക്കാം, പ്രശ്നമില്ല. ഇന്നാരും വിളിച്ചു വെച്ചിട്ട് എനിക്ക് ഒരാൾ പ്രശ്നമില്ല, ആർക്കും വിളിക്കാം. എല്ലാ കാര്യങ്ങളും ഒരുവിധം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണെന്ന് ഞാൻ ഏറ്റവും പിന്നിലായി വന്നേ. ഞാൻ ഒരുവിധം എല്ലാം ചെയ്യണുണ്ടായിരുന്നു. എക്സസൈസ് ചെയ്യുന്നുണ്ട്, ജേണൽ റൈറ്റിംഗ് ഉണ്ട്, പിന്നെ ബുക്ക് റീഡിങ് മാത്രമേ ഇച്ചിരി പിറകിലോട്ടുള്ളൂ. ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട്. എന്താ മാർക്ക്, എവിടെയാ മാർക്ക് പോയതെന്നൊന്നും അറിയില്ല. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അത് പോസ്റ്റ് ചെയ്യാനിട്ടാണ്. ഗൂഗിൾ ഫോം അല്ലല്ലോ, ഗൂഗിൾ ഫോമാണ് ഇവിടെ കാണിച്ചത്. അതാണ് ഇവിടെ കാണിച്ചത്. ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്തതാണ് കാണിച്ചത്. അത് കമ്പ്യൂട്ടറാണ്. നിങ്ങൾ ഫില്ല് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ അതിന് മാർക്ക് ഉണ്ടാവും. ഞാൻ കറക്റ്റ് ആയിട്ട് അതൊന്ന് ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്താൽ സാറിന്റെ ഓഫീസിൽ വിവരം എത്തും. അപ്പൊ ആ കുട്ടികൾ നിങ്ങൾക്കുള്ള മാർക്ക് തരും. അപ്പൊ ഫുൾ A+ വാങ്ങാൻ നോക്ക് ഷൈനി. ഈ മാർക്ക് കുറവാണെങ്കിൽ മുഫീദാനെയും മറ്റേ വലിയൊക്കെ പിടിച്ചാൽ മതി. അതിലാണ് ഈ മാർക്കിൽ കണ്ടെത്തുന്നത്. അതിലാരൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഒന്നും ചെയ്യണ്ട, നിങ്ങളെ മാത്രമേ പിടിക്കുള്ളൂ. നിങ്ങളാണ് അവിടെ ഡേറ്റ് മാറ്റി കൊടുത്തിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത്. ഓക്കെ, വേറെ ആരൊന്നും ചെയ്യുന്നില്ല. ഒരു ഗൂഗിൾ ഫോം ഇട്ട് കഴിഞ്ഞാല് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് പറഞ്ഞത് അത്രയും സമയം നമ്മൾ മെനക്കെട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. കുറെ സമയം പിന്നാലെ ഇരുന്നിട്ട് എങ്ങനെ ഓട്ടോമാറ്റിക് ആക്കാന്നുള്ളതിന് ശേഷമാണ് ഞാനിത് ഇത് കിട്ടുന്നത്. നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് ബാക്കിയുള്ള സംഭവങ്ങൾ അവിടെ ടോട്ടൽ സ്കോർ, ഇതുവരെ ആർക്കാണ് ടോപ്പ് സ്കോർ, അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്തേനെ അവിടെ വരും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ ആഴ്ചയിൽ മിനിമം ഒരു വീക്കിലി മീറ്റിംഗ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടക്ട് ചെയ്യണം. ഇതിനെ ലീഡേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പൊ മാത്രമാണ് ഇത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുള്ളൂ. ഏതൊരു കാര്യത്തിനും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു കാര്യം ലോകത്ത് സക്സസ് ആയിട്ടില്ല. അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു കാര്യം ലോകത്ത് എന്ത് ചെയ്തില്ല, ഇന്ന് വരെ സക്സസ് ആയിട്ടില്ല. അപ്പൊ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ നോക്കി ആദ്യം ഇതിന്റെ മീറ്റിംഗ് ഒന്നില്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഫിക്സ് ചെയ്തിട്ട് ആ മീറ്റിംഗ്, ഇത് ഞാൻ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യേണ്ട സാധനമാണ്. നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്തിരുന്നുണ്ട്. സിസ്റ്റം നിങ്ങൾക്ക് ആക്കി തരുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളത് കിട്ടിയായിരിക്കും നന്നാവുക. അപ്പൊ ഇതിൽ തന്നെ കുറെ ആൾക്കാർ ഇപ്പോഴാണ് ഇത് അറിയുന്ന പറയുമ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നുക. പിന്നെ ഇതുവരെ അവിടെ എന്താ നടന്നിരുന്നത്. ഓക്കെ, വേറെ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു സമയം ഫിക്സ് ചെയ്താൽ മതി സാറേ മീറ്റിങ്ങിന്. അങ്ങനെ ആരും അറിഞ്ഞില്ല എന്ന് പറയില്ല. ആഴ്ചയിൽ ഈ ദിവസം ഈ സമയത്ത് മീറ്റിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാ ദിവസവും ആ സമയം ഓർക്കുന്നവർ വരട്ടെ, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. നമുക്ക് ഞായറാഴ്ച മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് കൂടാം. അതെ, നല്ല കറക്റ്റ് ടൈം. കാരണം എന്തായാലും മെനക്കെട്ടിരിക്കണ്ട. അപ്പൊ ഞായറാഴ്ചയായിട്ട് എന്ത് ചെയ്യാം, ഇരിക്കാം. അതെ, നമ്മള് സെൽസാറെ കാത്തിക്ക. സെൽസാറ് ജിമ്മിൽ പോയോ, എന്താ സംഭവിച്ചത്? ചർച്ച ചെയ്യരുത് മോളെ. ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കാണ്. സാറേ
നമ്മളെ ചന്ദ്രിക മാം ഉണ്ടായിരുന്നില്ലേ, ചന്ദ്രിക മാമിനെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചുട്ടാ. അപ്പൊ തന്നെ പറയാ, ഇപ്പോഴും ബി മാജിക് ഉണ്ടാ, ഇപ്പോഴും നിങ്ങൾ നടത്തുന്നുണ്ടാന്ന് ചോദിച്ചിന്നോട്. ഓരോ വിചാരം ബി മാജിക് കഴിഞ്ഞു, അവരൊക്കെ ഇറങ്ങിയപ്പോ കഴിഞ്ഞാ. ക്ലാസ് എടുക്കാൻ വരാ, ഒരു ദിവസം മൈ സ്റ്റോറി പറയാൻ വരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റസാഖ് സാർ പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൂടാ, അതിനൊരു ഡേറ്റ് ഒക്കെ തീരുമാനിക്കും. ഞാൻ ലീവ് എടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും നന്ദി. 37 ആയിട്ടുണ്ട്. Thank you, sir. Thank you so much. Thank you, sir. Thank you all. Thank you very much. Thank you. Thank you very much.